ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈഗ്രെയിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാം. കുറച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് കോമൺ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കാണപ്പെടുന്ന മൈഗ്രെയിൻ ആണ് കോമൺ മൈഗ്രെയിൻ. 75% ആൾക്കാരിൽ ഈ ഒരു മൈഗ്രെയിൻ ആണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ കൂടെ ഓറ കാണത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ഓറ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്നിരുന്നാലും ഓറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലവേദന അഥവാ മൈഗ്രെയിൻ വരാൻ പോകുന്നു എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് പലതരത്തിലുള്ള സിംറ്റംസ് കൊണ്ട്, പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കൊണ്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ടും തോന്നുന്നത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ പല തരത്തിലുള്ള, പല കളറുകളിലുള്ള വരകളൊക്കെ കാണുന്നത് പോലെയോ, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച മങ്ങുന്നത് പോലെയോ, നമ്മൾക്കൊരു സാധനം നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് പോലെയോ, അതല്ലാതെ പല തരത്തിലുള്ള തോന്നലുകൾ നമുക്കുണ്ടാവാം. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുന്നത് പോലെ തോന്നുകയോ, എന്തെങ്കിലും ഒരു മണം ഫീൽ ചെയ്യുകയോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഫീൽ ചെയ്യുകയോ, അതും അല്ലെങ്കിൽ തൊലിയുടെ പുറത്തുകൂടി എന്തെങ്കിലും ഇഴയുന്നത് പോലെയൊക്കെ തോന്നുകയോ ആവാം. ഇതിനെയാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത്. മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൂടുതലും കാഴ്ച റിലേറ്റ് ചെയ്ത് വരുന്ന ഇത്തരത്തിലുള്ള തോന്നലുകളാകാം അഥവാ ഓറയാകാം. പക്ഷേ നമ്മുടെ കോമൺ മൈഗ്രെയിനിൽ ഈ ഒരു ഓറ ഉണ്ടായിരിക്കുന്നതല്ല. ഇനിയുള്ളത് ക്ലാസിക്കൽ മൈഗ്രെയിൻ. ക്ലാസിക്കൽ മൈഗ്രെയിൻ ആണ്, അതിൻ്റെ കൂടെ ഓറയും ഉണ്ടായിരിക്കുന്നതാണ്. വേറൊരു ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ ആണ് സൈലൻറ്റ് മൈഗ്രെയിൻ. അതായത് ഈ ഒരു മൈഗ്രെയിനിൻ്റെ കൂടെ നമുക്ക് തലവേദന ഉണ്ടായിരിക്കില്ല, ഓറ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, ഓറ എപ്പോഴും കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമുക്ക് മൈഗ്രെയിൻ ഉള്ളപ്പോഴും അതുപോലെ തന്നെ എപ്പിലെപ്സി അഥവാ അപസ്മാരം ഒക്കെ വരുമ്പോഴും ആണ്. അപ്പോൾ ഈ ഒരു അപസ്മാരത്തിൻ്റെ സമയത്ത് വരുന്ന ഓറ ഇതുപോലെ തന്നെ അപസ്മാരം നമുക്ക് വരാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ മുന്നോടിയായിട്ട് വാർണിംഗ് സൈനായിട്ട് വരുന്ന ഒന്നാണ്. അപസ്മാരത്തിൻ്റെ കൂടെ വരുന്ന ഓറയ്ക്ക് കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ദൈർഘ്യം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമ്മളുടെ മൈഗ്രെയിൻ്റെ കൂടെ വരുന്ന ഓറ എപ്പോഴും ഒരു 5 മിനിറ്റ് മുതൽ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെയൊക്കെ നീണ്ടു നിൽക്കാം. പിന്നീട് നമുക്ക് ഈ ഒരു എപ്പിലെപ്സിക്ക് വരുന്ന ഓറ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് പ്രശ്നമുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഓറ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ തന്നെ നമ്മുടെ ബ്രെയിനിന് പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് സ്ട്രോക്ക് പോലെയൊക്കെ വരുന്ന കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു ഓറ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഓറ മാത്രമായിട്ട് വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഒരു ഡോക്ടറിനെ കാണേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ല എന്നൊന്ന് ഉറപ്പ് വരുത്താനായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. മറ്റൊരു മൈഗ്രെയിനാണ് അബ്ഡോമിനൽ മൈഗ്രെയിൻ. അതായത് നമുക്ക് അബ്ഡോമിനൽ സിംറ്റംസ് ആയിരിക്കും ഈ ഒരു മൈഗ്രെയിനിൽ കൂടുതലായിട്ട് കാണുക. വയറുവേദന, നോസിയൊക്കെ തന്നെ കൂടുതലായിട്ടുണ്ടാവും. കുട്ടികളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. വളരെ റെയർ ആയിട്ടില്ല, എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തരം മൈഗ്രെയിനാണ് ഹെമിപ്ലേജിക് മൈഗ്രെയിൻ. ഈ ഒരു ഹെമിപ്ലേജിക് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഓറ വരുന്നത് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോകുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംസാരിക്കാനും ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ടീസൊക്കെ ഫീൽ ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു കാരണവശാലും നമ്മളത് ഡിലേ ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് സ്ട്രോക്കൊക്കെ വരുമ്പോഴും ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള ഒരു ഡോക്ടറിനെ പോയി കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മൈഗ്രെയിൻ ആണ് സ്റ്റാറ്റസ് മൈഗ്രെയിനോസിസ്. അതായത് നമുക്ക് സാധാരണഗതിയിൽ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ മുതൽ അതൊരു 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. പക്ഷേ ഈ ഒരു മൈഗ്രെയിൻ, അതായത് സ്റ്റാറ്റസ് മൈഗ്രെയിനോസിസിൽ നമുക്ക് ഒരു 72 മണിക്കൂറിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ഈ ഒരു മൈഗ്രെയിൻ നീണ്ടു നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ സിവിയർ ആയിട്ടുള്ളൊരു ഹെഡേക്കാണ്. അപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കണ്ടീഷനായിരിക്കും ഇത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷനും മറ്റു കോംപ്ലിക്കേഷൻസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ഓവറായിട്ട് ഈ ഒരു മൈഗ്രെയിനിന് വേണ്ടി തന്നെ ഓവറായിട്ട് മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ കൂടെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് മൈഗ്രെയിനോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മൈഗ്രെയിൻ ആണ്. ഇതും റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. വേറൊരു മൈഗ്രെയിൻ ആണ് വെസ്റ്റിബുലർ മൈഗ്രെയിൻ. പേര് പോലെ തന്നെ വെസ്റ്റിബുലർ സിംറ്റംസ് ആയിരിക്കും ഇതിൽ കൂടുതൽ കാണുന്നത്. അതായത് തലകറക്കം, അല്ലെങ്കിൽ നമുക്ക് ബാലൻസിന് പ്രശ്നം ഉണ്ടാവുക, അതും അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുന്നത് പോലോ കേൾവിക്കുറവോ ഒക്കെ ഈ ഒരു മൈഗ്രെയിൻ്റെ കൂടെ നമുക്ക് ഫീൽ ചെയ്യാം. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൈഗ്രെയിൻ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. മറ്റൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്